ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇതൊരു സ്ക്രാമ്പിൾഡ് റുബിക്സ് ക്യൂബാണ്. ഇന്നത്തെ ലോകത്ത് നമ്മുടെ ജീവിതവും ഒരുപക്ഷെ ഇതുപോലെയൊക്കെ ആയിരിക്കും. കൺഫ്യൂസ്ഡ്, കെയോട്ടിക്, മെസ്ഡപ്പ്. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ, ആർഗ്യുമെൻറ്റ്സ്, കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ്, കൊമൻസ്, ക്രിറ്റിസിസംസ്, അങ്ങനെ പലതും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ലൈഫിനെ ഒന്ന് ഓർഡർ ചെയ്യുവാനായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മൾ 3 ഡിവൈൻ അൽഗരിതംസ്, ഔസേപ്പിതാവ് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ 3 ഡിവൈൻ അൽഗരിതംസ് നമ്മൾ കാണാൻ പോവുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവ് ദൈവപുത്രനെ ഇങ്ങനെ ഒരു മകനു തുല്യം സ്നേഹിച്ച ദൈവപിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്. ഒരുപക്ഷെ ആ വളർത്തപ്പൻ്റെ കൈയും പിടിച്ചുകൊണ്ട് നസ്രത്തിൻ്റെ തെരുവീതികളിലൂടെ യേശുനാഥൻ നടന്നു നീങ്ങിയിട്ടുണ്ടാവണം. കാഴ്ചകൾ കണ്ട് തളരുമ്പോൾ ആ മനുഷ്യനെ നെഞ്ചോട് ചേർന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടാവണം. സ്വാന്തനിപ്പിച്ച് യൗസേപ്പ് ഈശോയെ കൂടെ നടത്തിയിട്ടുണ്ടാവണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ യൗസേപ്പിതാവിനോട് ചേർന്ന് ധ്യാനിക്കാൻ പോവുകയാണ്, ആ വളർത്തപ്പനോട് ചേർന്ന് ധ്യാനിക്കാൻ പോവുകയാണ് ഈ 3 ഡിവൈൻ അൽഗരിതംസ്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെക്കുന്ന ഇങ്ങനെയാണ്: സ്വർഗപിതാവിൻ്റെ ഭൂമിയിലെ നിഴലാണ് യൗസേപ്പ്. അപകടകരമായ അവസ്ഥയിൽ, പ്രലോഭനങ്ങളിൽ ഇങ്ങനെ തളരാതെ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ മനുഷ്യനായിരുന്നു യൗസേപ്പ്. സുവിശേഷം ഈ മഹത്വതിക്ക് നൽകുന്ന 2 വിശേഷണങ്ങളുണ്ട്. ഒന്ന്, ജോസഫ് നീതിമാനായിരുന്നു. 2, ഭാര്യയായ മറിയത്തെ അപമാനിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. ഇതാണ് ജോസഫ് എന്ന മനുഷ്യൻ. അതായത് നീതിയും കരുണയും സന്ധിക്കുന്ന ഇടത്തെ ഇനി മുതൽ നമുക്ക് ജോസഫ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ യൗസേപ്പിതാവിനെ കണ്ടുമുട്ടുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നീതിയും കരുണയും സന്ധിക്കുന്ന നിമിഷങ്ങളിലാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതം മനോഹരമാക്കാനായിട്ട് ഈ 3 ഡിവൈൻ അൽഗരിതംസ് സഹായിക്കട്ടെ. ഒന്നാമത്തെ ഡിവൈൻ അൽഗരിതം ഇതാണ്: ദൈവ സ്വപ്നങ്ങൾക്ക് വേണ്ടി എൻ്റെ സ്വപ്നങ്ങളെ ത്യജിക്കുക. ദൈവ സ്വപ്നങ്ങൾക്ക് വേണ്ടി എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ ത്യജിക്കുക. സ്വന്തം കിനാവുകളെയൊക്കെ യൗസേപ്പിതാവ് ഇങ്ങനെ മാറ്റിവെക്കുകയായിരുന്നു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ അതൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും, അല്ലെങ്കിൽ മോശം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ വ്യാഖ്യാനിച്ചിരിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ ദർപ്പണത്തിലൂടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സുഗന്ധമുള്ള പൂന്തോപ്പായിട്ട് യൗസേപ്പ് അതിനെയൊക്കെ കണ്ടിരുന്നു. മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായി. നിയമം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളയാനും തട്ടിമാറ്റാനായിട്ടൊക്കെ ധാരാളം കാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ യൗസേപ്പിതാവ് മറിയത്തെ സ്വീകരിക്കുകയാണ്. നിയമത്തിൽ അല്പം കരുണ ചാലിച്ച് അദ്ദേഹം മറിയത്തെ തൻ്റെ ജീവിതത്തോട് ചേർക്കുകയായിരുന്നു. മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച് ദൈവപ്രീതിക്ക് പാത്രമായി ദൈവ സ്വപ്നങ്ങൾക്ക് തൻ്റെ ജീവിതം സമർപ്പിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സ്വപ്നത്തിന് തൻ്റെ സ്വപ്നം വിട്ടുകൊടുക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ ഇങ്ങനെ തകർന്നു പോയെന്ന് നമ്മൾ വിചാരിക്കുന്ന ചില നിമിഷങ്ങളുണ്ടല്ലോ. അതിലൊക്കെ യൗസേപ്പിതാവിനെ ഒന്ന് കൂട്ടുപിടിച്ചു നോക്കുക. ജീവിതം ഇങ്ങനെ കരകയറി വരുന്നത് കാണാം. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഒന്ന് ത്യജിച്ചു നോക്കുക. ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ ത്യജിച്ചു നോക്കുക. അവിടെ ദൈവ ദർപ്പണത്തിലൂടെ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ദർപ്പണത്തിലൂടെ എന്നെ തന്നെ, എൻ്റെ ദൈവിക പദ്ധതിയെ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ എനിക്ക് മിഴിവാർന്ന് ദർശിക്കുവാനായിട്ട് സാധിക്കും. ജിയോവാനി എന്ന് പറഞ്ഞൊരു മിടുക്കനായ ബാലൻ വറ്റിക്കാനിലെ നോബിൾ ഗാർഡിൽ അംഗമാകാണ്ട് ഒത്തിരി ആഗ്രഹിച്ചു. അതായത് വറ്റിക്കാനിൽ മാർപ്പാപ്പയെ കൊണ്ടുപോകുന്ന പല്ലക്ക് വഹിക്കുവാനുള്ള ഒരു ചുമതലയാണ്. ഈ മകൻ ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അതീവ താല്പര്യമായിരുന്നു ഇതിന്. ഒത്തിരി ആഗ്രഹിച്ചു, പഠിച്ചു. പക്ഷേ പ്രവേശന പരീക്ഷയ്ക്ക് അദ്ദേഹം പരാജയപ്പെടുകയാണ്, തോറ്റുപോവുകയാണ് ചെയ്തത്. ഒത്തിരി സങ്കടത്തോടുകൂടി ജിയോവാനി തിരിച്ച് തൻ്റെ വികാരിയച്ഛൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞു പറയുന്നുണ്ട്: എനിക്കിതിന് പറ്റിയില്ല, എനിക്ക് വറ്റിക്കാനിലെ നോബൽ ഗാർഡിൽ അംഗത്വം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട്. അപ്പം വികാരി സ്വാന്തനിപ്പിച്ചുകൊണ്ട് മകനോട് പറയുകയാണ്: ജിയോവാനി, നീ സങ്കടപ്പെടണ്ട, നീ ദൈവത്തിൻ്റെ പല്ലക്ക് വഹിക്കുവാനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നിനക്ക് നിന്റെ ഉള്ളിൽ ദൈവത്തെ വഹിച്ചുകൊണ്ട് പോയിക്കൂടാ? അതവനൊരു വെളിപാടായിരുന്നു. ജിയോവാനി പിന്നീട് ചിന്തിക്കുകയാണ്, ആഴത്തിൽ ചിന്തിച്ചു. സെമിനാരിയിൽ ചേരുവാനായിട്ട് തയ്യാറായി. സെമിനാരിയിൽ ചേർന്നു, പരിശീലനം പൂർത്തിയാക്കി, വൈദികനായി. 35-ാമത്തെ വയസ്സിൽ അതിരൂപത മെത്രാനായി. അതിനുശേഷം 48-ാം വയസ്സിൽ കർദിനാളായി. 54-ാം വയസ്സിൽ മാർപ്പാപ്പയാകുകയാണ്. നീണ്ട 32 വർഷങ്ങൾ സഭയെ ഇങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോവുകയാണ്. തൻ്റെ സ്വപ്നത്തെ ദൈവത്തിൻ്റെ സ്വപ്നത്തിന് മുമ്പിൽ ഈ മനുഷ്യന് അടിയറ വെച്ചു. പയസ് 9-ാമൻ പാപ്പയുടെ കാര്യമാണിത്. ഒരു മനുഷ്യൻ തൻ്റെ ചെറുപ്രായത്തിൽ
കുഞ്ഞു സ്വപ്നത്തെ ദൈവത്തിൻ്റെ വലിയ സ്വപ്നത്തിന് വേണ്ടി ഇങ്ങനെ വിട്ടുകൊടുത്തപ്പോൾ ദൈവം ഏറ്റെടുക്കുകയായിരുന്നു മനുഷ്യൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ ഈ സ്വപ്നം കാണുന്ന ജോസഫിനെ സഭയുടെ കാവൽക്കാരനായിട്ട് പിയൂസ് 9 പാപ്പ നൽകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വപ്നങ്ങളെ ത്യജിക്കുക. അഹം മറന്നുകൊണ്ട്, എൻ്റെ സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് ദൈവത്തിനു വേണ്ടി എൻ്റെ സ്വപ്നത്തെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാകുവാനായിട്ട് ശ്രമിക്കുക. വിശുദ്ധ ഔസേപ്പിതാവ് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ അൽഗോരിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വില കൊടുക്കുകയാണ്. ആരും അറിയാതെ മറിയത്തെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഔസേപ്പിതാവിന് നഷ്ടമാകുമായിരുന്നത് യേശുനാഥനെ തന്നെയാണ്. ഒരു നിധി പോലെ മറിയത്തിലൂടെ യേശുനാഥനെ യൗസേപ്പിന് കിട്ടുകയായിരുന്നു. അദ്ദേഹം തൻ്റെ സുഖലോലുപതയും തൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ മാറ്റിവെച്ച് ക്രിസ്തുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് മറിയത്തോടൊപ്പം. പ്രിയമുള്ളവരെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ മാറ്റിവെച്ച് ക്രിസ്തുവിനെ നിധി പോലെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകണം. ഞാനെന്ന ഭാവത്തെ മാറ്റുമ്പോഴാണ് ക്രിസ്തു എന്ന നിധിയെ എനിക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയുക. ഇനി ഔസേപ്പിതാവ് നൽകുന്ന മൂന്നാമത്തെ അൽഗോരിതം എന്ന് പറയുന്ന ഡിവൈൻ അൽഗോരിതം ഇങ്ങനെയാണ്: നൊമ്പരങ്ങൾ നൽകാതെ കാരുണ്യവാനായിരിക്കുക. ആർക്കും നൊമ്പരങ്ങൾ നൽകാതിരിക്കുക. മനസ്സ് യൗസേപ്പിതാവിൻ്റെ വിശാലമായിരുന്നു. ആർക്കും വേദനകൾ നൽകിയില്ല. മേരിയെക്കുറിച്ച് കേട്ടതൊന്നും അദ്ദേഹം പരിഗണിച്ചില്ല. അവിടെയെല്ലാം കരുണ ചാലിച്ചുകൊണ്ട് അവളെ സ്വീകരിക്കുകയായിരുന്നു. ഉള്ള് കനൽ പോലെ കത്തുമ്പോഴും മറിയത്തിനും ഉണ്ണിയേശുയ്ക്കും അവിടുന്ന് സ്വാന്തനം നൽകി. തിരുക്കുടുംബത്തിൻ്റെ വെട്ടമായിരുന്നു. സ്വയം ഉള്ളിലിങ്ങനെ കത്തിയെരിഞ്ഞുകൊണ്ട് തിരുക്കുടുംബത്തിന് വെട്ടം നൽകുവാനായിട്ട് യൗസേപ്പിതാവിന് കഴിഞ്ഞു. നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി കത്തിയെരിയാം. ആർക്കും വേദനകൾ സമ്മാനിക്കാതെ സാധിക്കുമെങ്കിൽ ഈ കുഞ്ഞു ജീവിതത്തിൽ അല്പം സന്തോഷവും അല്പവും സ്നേഹവും പങ്കുവെച്ച് നമുക്കും ജീവിക്കാം. ജീവിതം ആസ്വാദികരമാക്കാം. സ്നേഹിച്ചും ക്ഷമിച്ചും ചേർത്തു പിടിച്ചും പങ്കുവെച്ചും പാലിച്ചും ഈ ജീവിതം അത്രമേൽ മനോഹരമാക്കാം. നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ കരുണയുടെ ഇളനീർത്തുള്ളികൾ ഉണ്ടാവട്ടെ. കരുണ എപ്പോഴും നമ്മളെ ഒരു വെട്ടമായിട്ട് നയിച്ചു കൊള്ളട്ടെ. ജീവിതം ഇങ്ങനെ കെയോട്ടിക്കാവുന്ന സാഹചര്യങ്ങളിൽ ഓർക്കുക, യൗസേപ്പിതാവിൻ്റെ ഈ ഡിവൈൻ അൽഗോരിതംസ് നമുക്ക് കൂട്ടായി ഉണ്ടാവും. ഇതുപോലെ തന്നെ സഭ മെസ്ഡപ്പായിരുന്ന ഒരു സാഹചര്യത്തിലാണ് 1889 ഇങ്ങനെ സഭാവിരുദ്ധധാരികളൊക്കെ വളർന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ലയോ 13 പാപ്പ ക്വാം പ്ലൂരിയസ് എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിലൂടെ ഭാഗ്യപ്പെട്ട മാറിയൗസേപ്പെ എന്ന വിശിഷ്ടമായ പ്രാർത്ഥന സഭയ്ക്ക് സമ്മാനിക്കുന്നത്. ഒരു മെസ്റ്റപ്പായിരുന്ന ലോകത്ത് നിന്ന് സഭയെ പിടിച്ചുയർത്തുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. മനോഹരമായ പ്രാർത്ഥന ഇന്നും ജപമാലയ്ക്ക് അവസാനം നമ്മൾ ചൊല്ലുന്ന മനോഹരമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാം യൗസേപ്പിനോടൊപ്പം ഈ ഡിവൈൻ അൽഗോരിതങ്ങൾ പാലിച്ചുകൊണ്ട്. അങ്ങനെ ലൈഫ് അല്പം കൂടി കളർഫുൾ ആകുവാൻ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മെസ്ഡപ്പ് ആയിട്ടുള്ള എല്ലാത്തിലും ഒരു റൈറ്റ് മൂവ് അപ്ലൈ ചെയ്തുകൊണ്ട് ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ ഡിവൈൻ അൽഗോരിതംസ് നിങ്ങളെ വിശുദ്ധിയിൽ നടക്കുവാനായിട്ട് അല്പം കൂടി സ്വർഗം ജീവിക്കുവാൻ പ്രാപ്തരാക്കട്ടെ. ഗോഡ് ബ്ലസ് യു.